അയ്യപ്പ സംഗമം നടത്തിയപ്പോഴല്ലേ അത് പുറത്തു വന്നത്. അതാണ് നടേശനം പറയുന്നത്. അതാണ് അയ്യപ്പന് ഇരിക്കപ്രതി ഇല്ലാതെ വന്നിട്ട് ഞങ്ങളെയൊക്കെ അവിടെ വിളിച്ചു. അതെങ്ങനെ തോന്നുന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അവർക്കാർക്കും ഒരു ഭക്തിയില്ലെന്ന് ഇപ്പം മനസ്സിലായില്ല. ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് SNDP യോഗം എതിരാണ്. അതിപ്പോൾ ആര് പറഞ്ഞാലും ഞങ്ങൾ സ്ത്രീകളാരും വളക്കും കൊളുത്ത് പോകത്തില്ല. ആളുകളെല്ലാം വിചാരിക്കുന്നത് ഞാൻ പുറകിൽ നിന്ന് ഏതാണ്ടൊക്കെ ചെയ്തിട്ടാണ് നടേശനം ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും, ചേട്ടാ പ്രായമായ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാതെ നമ്മളിനി എത്ര നാളുണ്ട് ഇങ്ങനെ ആളുകളുടെ വെറുപ്പ്. ഇവർ ഭരണത്തിൽ വരുന്ന സമയത്ത് വെള്ളാപ്പള്ളി നമുക്കെല്ലാം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ വിദ്യാഭ്യാസ മന്ത്രികളുമായി നമുക്കൊരു സ്കൂളും അനുവദിച്ചില്ല. കുടുംബ യൂണിറ്റിൻ്റെ അത് കൊച്ചു ചോദിച്ചു, ജനറൽ സെക്രട്ടറി എന്തിനാണ് ഈ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുന്നത്? അടുത്ത മുഖ്യമന്ത്രിയാകാനാണോ? ഞാൻ ചോദിച്ചു, എല്ലാ കുടുംബ യൂണിറ്റും കൂടെ വോട്ട് ചെയ്താൽ ജനറൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒക്കുമോ? നല്ലൊരു ഉത്തരം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ജന്മത്തിൽ സിലോണിൽ ഒരു വലിയൊരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ ആ പൂജാരി ആയിരുന്നെങ്കിലും വളരെ ക്രൂക്കട്ട് മൈൻഡഡ് ആയിരുന്നു. പിന്നെ അമ്പലത്തിലെ കുറേ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി, സ്വർണങ്ങളൊക്കെ എടുത്ത് മാറ്റി, ഇപ്പോഴത്തെ ശബരിമല പോലെ ഒക്കെ എടുത്തോണ്ട് പോയി. ഗജകേശ്വരി യോഗം നടേശന്. പക്ഷേ കുടുംബത്തിന് യാതൊരു പ്രയോജനമില്ല. ഇങ്ങനാണെങ്കിലും ശ്രീകൃഷ്ണന് കേട്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് കള്ളാന്നൊരു വിളി കിട്ടും. നടേശേട്ടൻ സത്യം പറഞ്ഞാൽ കണ്ണെല്ലാം നിറഞ്ഞാണത് പറയുന്നത്. മനസ്സിൽ തട്ടി പറയുക, ഒരു സ്കൂളും കോളേജും എനിക്ക് തന്നില്ല. എനിക്കെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയിലേക്കല്ല, ഞാനൊരു എതിര് നിന്നില്ലേ നടേശൻ. എല്ലാവരും എന്നെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തും. ഒരു പുരുഷൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും എന്താണ് സ്ത്രീയാണ്, അങ്ങനെ ഇങ്ങനെ. ഞാൻ അല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളെല്ലാം വിചാരിക്കുന്നത് ഞാൻ പുറകിൽ നിന്ന് ഏതാണ്ടൊക്കെ ചെയ്തിട്ടാണ് നടേശനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അത് ഭഗവാൻ കൊടുക്കുന്നതാണ്. ഗുരു, ദേവി. അത് ഇപ്പം ഞാൻ പറഞ്ഞാലും ആ മനസ്സിൽ കയറിയേക്കുന്ന മാറ്റുകയില്ല. നിലപാടുകൾ ഞാൻ എപ്പോഴും പറയും, ചേട്ടാ പ്രായമായ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാതെ നമ്മളിനി എത്ര നാളുണ്ട് ഇങ്ങനെ ആളുകളുടെ വെറുപ്പ്. ഞാൻ എൻ്റെ വെറുപ്പല്ല, എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ ഒന്നും സമ്പാദിക്കാനില്ല. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായത് ഈ ഡിസ്ക്രിമിനേഷൻ ചോദ്യം ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെ പറയും. അതിപ്പം മുസ്ലിമിനെതിരല്ല നടേശേട്ടൻ. ആ മീറ്റിങ്ങിന് ഞാനും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നടേശേട്ടൻ കരയുന്നത് പോലാണ് പറഞ്ഞത്. അവിടെ നമുക്ക് ഒരു സ്കൂളോ കോളേജോ ഇല്ല. അപ്പം SNDP യോഗത്തിലുള്ള അംഗങ്ങൾക്ക് ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചേട്ടന് കൊടുക്കാൻ സ്ഥലമില്ല. അപ്പം അവിടുന്ന് പിള്ളേരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ SM കോളേജിലും കൊല്ലം കോളേജിലും ഒക്കെ നടേശേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഇതുണ്ടല്ലോ, ഹോം സ്റ്റേ നിർത്തി ഭക്ഷണം കൊടുത്ത് അവരെ അതൊന്നും നടേശേട്ടൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ കുട്ടികളെ ചെയ്തു. എല്ലാവരെയും കൊണ്ടുവന്ന് നടേശേട്ടനെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ കുറേ പേരൊക്കെ വന്നവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്കൂളുണ്ടെങ്കിൽ നമുക്ക് 20% നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നമുക്കൊരു സ്വാശ്രയ കോളേജ് ഉണ്ട്. അതൊന്ന് എയ്ഡഡ് കോളേജ് ആക്കി തരാനായിട്ട് ഇവരുടെ എല്ലാം പുറകിൽ ഈ ഞാനും ഓർക്കുന്നുണ്ട്, SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വന്ന സമയത്താണ് പിന്നോക്ക സമുദായ മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയമ്മയും ഈ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ അവരെല്ലാവരും കൂടെ ഡൽഹിയിൽ ഒരു സമരത്തിന് പോയി. നടേശേട്ടൻ സത്യം പറഞ്ഞാൽ സമരത്തിനൊന്നും പോയിട്ടില്ല. നമ്മൾ ഇതിനകത്ത് വന്നപ്പോൾ നായ്ക്കോലം കെട്ടിയാൽ കുരക്കാതിരിക്കാൻ പറ്റുമോ? പൈസയും മുടക്കി നമ്മൾ ഡൽഹി പോവുക. ഞങ്ങളെല്ലാവരും അറസ്റ്റ് വരിച്ച് പാർലമെന്റിന്റെ അവിടോട്ട് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ എല്ലാം അഴുക്ക് പിടി കിടക്കുക. അവിടെ കൊണ്ടുവന്നാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തി വിട്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഇത് ഈ പിന്നോക്ക സമുദായത്തിൻ്റെ ഇതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഭരണത്തിൽ വരുന്ന സമയത്ത് വെള്ളാപ്പള്ളി നമുക്കെല്ലാം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഗൗരിമ അവർ വിദ്യാഭ്യാസ മന്ത്രികളുമായി നമുക്കൊരു സ്കൂളും അനുവദിച്ചില്ല. പോട്ടെ, അവിടെ തന്നില്ലെങ്കിൽ ഇവിടെയെങ്കിലും തരണ്ടേ? അവർ തന്നില്ല. അതിനെപ്പറ്റിയാണ് നടേശേട്ടൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. അല്ല, അത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലേക്കാണ്. അതെ. അപ്പോൾ അവിടെ ഭാസ്കരൻ ചേട്ടൻ എന്ന് പറഞ്ഞ് ഈ NSSന്റെ ഒരു മഞ്ചേരി ഭാസ്കരൻ, അദ്ദേഹം ഈ അടുത്ത് മരിച്ചുപോയി. അപ്പോൾ പറയും, ഈ മഞ്ചേരി ഭാസ്കരൻ ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുറച്ച് ഈഴവരെങ്കിലും പഠിക്കുന്നത്. 10 സീറ്റ് ചേട്ടൻ തരും.
നടേശനോടുള്ള സ്നേഹം SNDPക്കാർക്ക് എവിടെ പോകും പിള്ളേര്? അവരവിടുന്ന് കോയമ്പത്തൂരൊക്കെ പോയാൽ പഠിക്കുന്ന പൈസ ഉള്ളവർ, പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, BSc നഴ്സിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ +2 കഴിയാതെ പോകാൻ പറ്റുമോ? 10ാം ക്ലാസ് വരെ പഠിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഇതില്ല. അതേ അവിടെ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ഈ പെരിന്തൽമണ്ണയിലുള്ള കോളേജൊന്നും ഇത് എയ്ഡഡ് ആക്കി തരാൻ പറഞ്ഞിട്ട് പോലും തന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും എയ്ഡഡ് സ്ഥാപനം ഇല്ലാത്ത 4 5 ജില്ലകളുണ്ട്. അവിടെ എല്ലാം ജനറൽ സെക്രട്ടറി സ്വാശ്രയ കോളേജ് ഉണ്ടാക്കിയിരിക്കുക ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം. ഞങ്ങളുടെ ആളുകൾക്ക് ഫീസ് കൊടുക്കാനുണ്ടോ? ഫീസ് മാത്രം കൊടുത്താൽ മതി, ഒരു ഡൊണേഷനും മേടിക്കാതെ. ആ ഫീസ് മേടിച്ചിട്ട് വേണം സാറന്മാർക്ക് ശമ്പളം കൊടുക്കാൻ. അതെ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിയുടെ കരച്ചിലാണ് പറഞ്ഞത്. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കേശവ മലയാളിയുടെ മകൻ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ്. ജനറൽ സെക്രട്ടറിക്ക് ആരുടെയും മുമ്പിൽ കരയേണ്ട കാര്യമില്ല. അഹങ്കാരം പറയുകയല്ല. ഞങ്ങൾ മരിക്കുന്നത് വരെ കഞ്ഞി കുടിക്കാനുള്ള വകയൊക്കെ ഇവിടെ ഞങ്ങളുടെ അപ്പൂപ്പന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാ ബിസിനസ്സും നിർത്തി വെള്ളാപ്പള്ളി ഇറങ്ങിയിരിക്കുക. മക്കളാണ് ഇപ്പം അല്ലേ, ഞങ്ങളെല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളിപ്പം വാനപ്രസ്ഥത്തില. എന്താ ഇതിനൊരു പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ, ഇത് നമ്മൾ ഒന്നിച്ചു നിന്നാൽ എല്ലാം നേടാൻ സാധിക്കും. പിന്നെ രാഷ്ട്രീയപരമായിട്ടും ജാതീയപരമായിട്ടും അകൽച്ച ഉണ്ടാക്കുകയാണ് ആളുകൾ തമ്മിൽ. ഇപ്പം രാജ്യം ഭരിക്കുന്നവർ തന്നെ വിചാരിക്കണ്ടേ ഇവർക്ക് ഇത്ര സ്കൂളേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഇവർക്ക് പോരാ എന്നുള്ളത് വിചാരിക്കണ്ടേ. ഇപ്പം മുസ്ലിങ്ങളുടെ ഒരു സ്കൂളോ കോളേജോ തുടങ്ങിയ പിന്നോക്ക സമുദായം എന്ന് പറഞ്ഞ് അവർക്ക് മുന്നോക്കക്കാർ ബ്രാഹ്മണർ, അവർക്ക് അതിൻ്റെ അവശതകൾ. ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ ഓരോരോ തൊഴുത്തിക്കൊണ്ടൊന്ന് കെട്ടിവെച്ചിരിക്കുക. ഇത് ഒരുപാട് പഠിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ആപത്തുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ജനറൽ സെക്രട്ടറി കണക്ക് പറയും, എനിക്ക് ആ കണക്ക് അത്ര പറയാൻ അറിയത്തില്ല. നിയമം അവിടെ പിന്നോക്ക സമുദായത്തെ ഈഴവരാതി പിന്നോക്കക്കാർക്ക് ഇത്ര ശതമാനം കൊടുക്കണം, പിന്നെ മെറിറ്റി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഈ മെറിറ്റിൽ ഞങ്ങളുടെ കുട്ടികൾ ആരും കയറിയില്ല. ഈഴവ കുട്ടികൾ മെറിറ്റിൽ കയറുന്ന വളരെ ചുരുക്കം. നമ്മുടെ കോളേജിൽ നമ്മൾ കോളേജ് ഉണ്ടാക്കിയാലും നമ്മുടെ കുട്ടികൾക്ക് മെറിറ്റിൽ കയറാനൊക്കത്തില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്തോ, അവർക്കൊക്കെ കൊടുത്തിരിക്കുക ജനറൽ സെക്രട്ടറി. അവർ മാർക്കിൻ്റെ അടിസ്ഥാനം ഓൺലൈനല്ലേ ഇപ്പോൾ അഡ്മിഷൻ. ജനറൽ സെക്രട്ടറിക്ക് അവിടെയൊന്നും ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റിയില്ല. അവർ ചോദിക്കുമല്ലോ, ഇവിടെ ഈ കോളേജ് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് ജോലി കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു കൊടുത്തോ? ഇപ്പം ഇവിടെ ഒരു കോളേജുണ്ട് ചേർത്തല. ഇത് ഞങ്ങളിങ്ങനെ റീജിയനായിട്ട് 10 റീജിയനിലാണ്. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇത് എറണാകുളം, കണയന്നൂർ താലൂക്ക്, വൈക്കം, കോട്ടയം, നങ്ങിയാൾകര, ചേർത്തല, പിന്നെ കുട്ടനാട്, ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പേരുടെ ഇവർക്ക് അഡ്മിഷൻ ഇവിടെ. അപ്പം ഈ ശാഖയിലുള്ളവർക്ക് പോലും കൊടുക്കാനുള്ള സീറ്റ് ഇവിടെ ഇല്ല. അപ്പം ഇത്രയും യൂണിയനിൽ നിന്ന് ആളുകൾ അപേക്ഷ കൊടുത്ത് ആർക്ക് കൊടുക്കും? BSc MSc അഡ്മിഷൻ വരും. MScക്ക് 5 or 6 സീറ്റേ ഉള്ളൂ ഈഴവയ്ക്ക് കൊടുക്കാൻ. എവിടുന്ന് കൊടുക്കും? ഓരോ യൂണിയനിലും ഓരോ സീറ്റ് കൊടുക്കും. ജനറൽ സെക്രട്ടറി അല്ല, ആ യൂണിയനിലും കൊടുത്തേക്കും. നിങ്ങൾ ആരെ കൊണ്ടുവരുന്നോ അവിടെ ഇവിടെ കൊടുത്തേക്കും. ജനറൽ സെക്രട്ടറിക്ക് X or Y ആർക്കാണ് കൊടുത്തതെന്ന് പോലും ജനറൽ സെക്രട്ടറിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ RDC ആൾക്കാരുണ്ട്, അവരാ കൊടുക്കുന്നത്. അപ്പോഴും നമുക്ക് സീറ്റ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അന്നേരം ഇവരോട് മറ്റേ രാഷ്ട്രീയക്കാർ പറയും, നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയ ഈഴാണ്, നമുക്ക് കൊടുക്കാൻ സീറ്റില്ല. ഇത് കൂലങ്കഷമായിട്ട്. അതാണ് ജനറൽ സെക്രട്ടറി സ്കൂളില്ല കോളേജില്ല എന്നും പറഞ്ഞിട്ട് കരയുന്നതിൻ്റെ കാര്യം. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഇപ്പം ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള എല്ലാ സമുദായങ്ങളുടെയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, എല്ലാ സമുദായങ്ങളുടെയും സംഘടന കൊണ്ട് ശക്തരാകുക. ആ ശക്തി ഞങ്ങൾ നേടിയിട്ടില്ല. കുറച്ച് ആൾക്കൂട്ടമായിട്ട് നിൽക്കുകയാണ് അവര്. അതിനകത്ത് കയറുമ്പോഴത്തേക്കും കുറച്ച് പേര് അവിടെ വന്നേച്ച് അരിവാൾ ചുറ്റിയോ പറയുമ്പോൾ കുറേ പേര് അങ്ങോട്ട് പോയി. പിന്നെ മറ്റടുത്ത് ചെല്ലുമ്പോൾ ത്രിവർണ്ണ കാണുമ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് BJP എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. കുറേ നക്സൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഏതൊക്കെ പാർട്ടിയുണ്ടോ അവിടോട്ടൊക്കെ ഞങ്ങളുടെ ആളുകൾ പോകും. ഇത് ഒന്നിച്ചു നിന്നാൽ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കൂ എന്നുള്ളത് അവർ മനസ്സിലാക്കണം.
ഇപ്പം എന്ത് വന്നാലും ജനറൽ സെക്രട്ടറിക്ക് ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറൽ സെക്രട്ടറി അതെല്ലാം ഇങ്ങനെ വലിയ മല പോലെ നിന്ന് അതിനെല്ലാം തടഞ്ഞു നിർത്തി ഇരിക്കുക. അവരെ ആരെയും വെട്ടാനോ കുത്താനോ ഒന്നും പോകുന്നില്ല, ആരെയും പോയി ഒന്നും ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മുടെ അണികൾ മനസ്സിലാക്കി എന്ന് വരുന്നു അന്നേ ഈ സമുദായം നന്നാവത്തുള്ളൂ. അല്ല, അതോടൊപ്പം ഗുരുവിന്റെ ദർശനം അതാണ്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കൃഷി വ്യവസായം ചെയ്ത് സമ്പന്നരാകുക. ഒന്നാമത് ഞങ്ങൾക്ക് അറിവ് കുറവാണ്. കഴിഞ്ഞ ജനറേഷനേക്കാളിലും ഇപ്പൊ കുറച്ച് പേരൊക്കെ വിദ്യാഭ്യാസം നേടി വരുന്നുണ്ട്, ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ. പക്ഷെ അവര് ഈ പറയുന്ന പോലെ അവര് വേറൊരു തലത്തിലേക്ക് വളർന്നു പോവുക. ആധ്യാത്മികമില്ലാതെ ആ ഒരു അടിത്തറ ഭൗതികമായിട്ട് മാത്രം അവർ ഉയരുകയാണ്. പിന്നെ നമ്മുടെ ഈ ഓരോ ഗുരുവിന്റെ ഏറ്റവും ദർശനത്തിൽ ഏറ്റവും പറയുന്ന കരുണ, ഒരു ദയാവായ്പ് വേണ്ടേ? ഇതൊന്നും പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാൽ നമുക്കൊരിറ്റ് കണ്ണുനീര് വരുന്ന മനുഷ്യരായിട്ട് നമ്മൾ ജനിക്കണം, വളരണം, എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് അടുത്ത ജനറേഷൻ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നന്നാവത്തുള്ളൂ. ഇപ്പം അവർക്ക് സൺഡേ സ്കൂളുണ്ട് ക്രിസ്ത്യൻസിന്, ഞാൻ ജാതി പറയുകയല്ല, മുസ്ലിങ്ങൾക്കും ഉണ്ട് അവരുടെ മദ്രസകൾ. അവരെന്ത് പഠിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല. ഈ പിന്നെ ഇവർ സൺഡേ സ്കൂളിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, വളരെ ചിട്ടയോടുകൂടി അവരുടെ പ്രീ മാരേജ് കോഴ്സുകളൊക്കെ നടത്തുന്നു, ഞങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ശതമാനം ആൾക്കാർ അതിനെല്ലാം മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. പ്രീ മാരേജ് കോഴ്സ് നടത്തുമ്പോഴും പറയുന്ന എന്തോ, അടുത്ത ജനറൽ സെക്രട്ടറിക്ക് അടുത്ത കാശ് പിരിക്കാനുള്ള ഇത്. അവരൊരു 250 300 ഓരോ ശാഖയിൽ അവർ വരുമ്പം രാവിലെ കാപ്പി കൊടുക്കണം, ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണം, പിന്നെ ക്ലാസ് എടുക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ അവർ വരുമോ? ഡീസലൊക്കെ ഒഴിച്ച് വണ്ടി ഒഴിച്ച് വരണ്ടേ? നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു വിഷയം ശ്രീനാരായണ ധർമ്മമാണ്. എങ്ങനെ നമ്മുടെ കുഞ്ഞു ഇതെല്ലാം പഠിപ്പിക്കാനായിട്ടാണ്. ഇപ്പം നമ്മൾ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ ആദ്യം പറഞ്ഞ എന്താ, അതൊരു കുടുംബ യൂണിറ്റിൽ ഒരു കൊച്ചു ചോദിച്ചു, ജനറൽ സെക്രട്ടറി എന്തിനാണ് ഈ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുന്നത്? അടുത്ത മുഖ്യമന്ത്രിയാകാനാണോ? ഞാൻ ചോദിച്ചു, എല്ലാ കുടുംബ യൂണിറ്റും കൂടെ വോട്ട് ചെയ്താൽ ജനറൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒക്കുമോ? ഇല്ലല്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർ നന്നാവാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഗുരുവിൻ്റെ പാതയിലേക്ക് വരിക, ഗുരുദർശനം പഠിക്കുക. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഉണ്ട്, 50 വീട്ടുകാരായിട്ട്. അവർ ഈ ഹോളിലായിരിക്കും ഇരിക്കുന്നത്, എല്ലാവരും ഇതിനകത്തിരുന്ന് പ്രായമായവരല്ലേ ഈ കസേരയിലിരിക്കും, പിള്ളേർക്കെല്ലാം താഴെ പായിട്ടിടും, വിരിക്കും. ഇവിടെ മിക്കവാറും വാർഷിക പൊതുയോഗം, അപ്പോൾ ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ വീടുകളിലും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം അവിടെ അവല് മലര് ഗണപതിക്ക് ഒരുക്കി വെക്കും. അത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 108 മന്ത്രം ജപിച്ച് ഗുരുവിന് പുഷ്പാഞ്ജലി നടത്തി. അപ്പോൾ ഒരാൾ സ്വാഗതം പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രഭാഷണം നടത്തി. അത് കഴിഞ്ഞിട്ട് മൈക്രോ ഫിനാൻസിൽ, ഇപ്പോൾ ഇവിടെ 50 വീട്ടുകാരുണ്ടെങ്കിൽ ഞാനില്ല മൈക്രോ ഫിനാൻസിൽ, അപ്പുറത്തെ വീട്ടുകാരില്ല, അങ്ങനെ ഉള്ളവരെല്ലാം കൂടെ കൂടും, 20 പേര് 17 പേര്, 3 ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള, 3 കുടുംബ യൂണിറ്റ് ഉണ്ട്. അവരിവിടെ തന്നെ ഇരുന്ന് ആ കാശൊക്കെ പിരിച്ച് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ബാങ്കിൽ അടയ്ക്കും. ഇത് പിന്നെ സാമൂഹ്യപരമായിട്ടും അവർ ഉയരുകയാണ്, സാമ്പത്തികപരമായിട്ട് ഉയരുന്നു. ഇത് നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരാനായിട്ട് ഈ കുടുംബ യൂണിറ്റ് വന്ന്, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ മക്കളൊക്കെ ഉണ്ടായിരിക്കണം, നടേശൻ ഉൾപ്പെടെയുള്ള ദിവസമേ ഇവിടെ വെക്കത്തുള്ളൂ. അപ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ഒരു കൂട്ടായ്മ ഉണ്ടായി, ഒരു നമ്മൾ പരസ്പരം അറിയാനും പറ്റും. അല്ല, അത് മാത്രമല്ല അമ്മേ, സമുദായത്തിന്റെ ഈ ഒരു ഉന്നമനം, അതോടൊപ്പം തന്നെ നായാടി മുതൽ നമ്പൂതിരി വരെ ഒറ്റക്കെട്ടാവണം എന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച ഒരു നേതാവ് നടേശണ്ണ. അതെ. അപ്പൊ അതിനെന്തല്ലേ ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലും അതിന് എതിര് പറയുക എന്നുള്ളതാണ് ആളുകൾക്ക്. അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ SNDP യോഗത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഭരണത്തിലിരിക്കുന്നവരും അങ്ങനെ വലിയ ചെറിയ ചെറിയ എവിടെയാണേലും പിന്നെ അവിടെ താഴെത്തട്ടി പ്രവർത്തിക്കുന്നവർ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളുണ്ടാകും. അതൊക്കെ ജനറൽ സെക്രട്ടറിയിലെ വലിയ മുത്തച്ഛൻ ഇരുന്ന് പറയുന്ന പോലെ എല്ലാം പറഞ്ഞ് എല്ലാം സേരിപ്പിച്ചൊക്കെ പോകും. അതിപ്പോൾ ഈ 30 വർഷമായതുകൊണ്ട് എല്ലാവരെയും നേരിട്ടറിയാം നടേശന്. അതൊരു വലിയ, എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെയൊന്നും. പലരും അത് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് അവർക്ക് വിഷമമാണ്. അമ്മയെന്നൊക്കെ വിളിച്ച് അവിടെയൊക്കെ വരും, എനിക്ക് ഏറ്റവും മനസ്സിലിരിക്കത്തില്ല. ഈ പ്രായത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഓർമ്മ നിൽക്കത്തില്ല. എല്ലാ പിള്ളേരെയും കാണുമ്പോൾ ഒരേപോലെ എനിക്ക് തോന്നും, ആൺപിള്ളേരെയൊക്കെ മുഖം ഒരുപോലെ ഇരിക്കും, അതുപോലെ തന്നെ പെൺകുട്ടികളെ അതുപോലെ.
എവിടെ വെച്ച് കണ്ടെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെയല്ല, ഓരോ യൂണിയൻ സെക്രട്ടറിയുടെയും അവരുടെ എല്ലാം പേരറിയാം. അതൊരു വലിയ കഴിവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി പോകുന്നുണ്ട്. പിന്നെ ജനറൽ സെക്രട്ടറി ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ഇവിടെ SNDP വരുന്നതിന് മുമ്പ് ഈ അമ്പലത്തിലത്തെ പ്രസിഡൻ്റാണല്ലോ. അന്ന് ഞാൻ വഴക്കുണ്ടാക്കും, ഇനി അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോൾ നിൽക്കരുത്. അന്നില്ല കോൺട്രാക്ട് വർക്കല്ലേ, 6 മാസം ഇവിടെ ഏത് സമയം വഴക്കാണ്. ഈ ഒരു ഫാമിലി നടേശനെതിരായിട്ട്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ഇവിടെ നാട്ടുകാർക്കറിയാം. അപ്പം ഞാൻ പറയും, വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ, അവിടെ ആരെങ്കിലും ഭരിച്ചോളൂ എന്ന് പറയും. പക്ഷേ അവസാനം തിരിഞ്ഞു കറങ്ങി നടേശേട്ടൻ തന്നെ പ്രസിഡൻ്റായിട്ട് വരും. ഇപ്പോൾ 62 വർഷമായി. അപ്പോൾ ഞാൻ പറയും, ദേവി എന്നെ ശിക്ഷിച്ചതായിരിക്കും, ഇനി അടുത്ത 2 ഭരണവും കൂടെ നടേശൻ്റെ തലയിലോട്ട് കൊടുക്കും, SN ട്രസ്റ്റ് SNDP പോകും. അന്നേരം പിന്നെ എനിക്ക് പാക്കിംഗ് ആയി, എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത, ഞാനങ്ങ് പഴയ നമ്മൾ ആ എന്താ പറയുന്നത്, ഫ്രീ ബേർഡ്സ് ആയിട്ട് ഞങ്ങൾ നടന്നവർ ഒരു ഇതിനകത്തായിപ്പോയി. നമുക്ക് പിന്നെ ഒന്നും അനങ്ങാൻ വയ്യാത്ത ഒരു, എവിടെ പോയാലും നമ്മൾ നോട്ടപ്പുള്ളികളാ. ഞങ്ങൾ കുറ്റം ചെയ്യുന്നതല്ല, നമുക്ക് അല്ല ഞാൻ പറയുകയാണ്, ഒരു ഗെറ്റ് ടുഗദറിന് പോലും നമുക്ക്, ഫാമിലി ഗെറ്റ് ടുഗദറിന് പോലും നമുക്ക് പറ്റുകയില്ല. അതുപോലെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ വിദേശത്തെ കാണാൻ പോകണം, അത് നടേശനൊട്ട് ഇട്ടുമല്ല. 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ് അമ്മ. ഇപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് വെള്ളാപ്പള്ളി എന്ന് പറയുന്നുണ്ട്, നടേശേട്ടൻ എന്ന് പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി എന്ന് ചിലപ്പോ ഞാൻ പറയത്തുള്ളൂ, നടേശേട്ടൻ ഞങ്ങൾ തമ്മിൽ സ്വകാര്യമായിട്ടിരിക്കുമ്പോ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് ജനറൽ സെക്രട്ടറി അത് ഓരോ ഇവിടെ വരുമ്പോ പ്രസിഡന്റാ, ജനറൽ സെക്രട്ടറി. അവരോട് സംസാരിക്കുമ്പോ പ്രസിഡന്റ് എന്നല്ലേ പറയാറ്. SNDPക്കാർ വരുമ്പോഴത്തേക്കും ജനറൽ സെക്രട്ടറി എന്ന് പറയും, അങ്ങനെ പറയുന്നത്. ഫാമിലി വരുമ്പോഴത്തേക്കും നടേശേട്ടൻ എന്ന് പറയും. ഇപ്പൊ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചപ്പോഴത്തേക്കും ഒരു ഫാമിലി ഇതുപോലെ എനിക്ക് തോന്നി. അത് മാത്രമായിട്ട് ഇടയ്ക്ക് നടേശ മുതലാളി എന്ന് വന്നിട്ടുണ്ട്. നടേശ മുതലാളി എന്നാണ് ഇവിടെ എല്ലാരും വിളിക്കുന്നത്. എല്ലാരും ആ ഒരു മുതലാളിയിൽ നിന്ന് ഞാൻ താഴെ പോരണ്ടേ. ആ ഒരു ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും വളരെ അന്തരമാണ്. മാറ്റി നിർത്തി ഇപ്പൊ നമ്മൾ ശുദ്ധരായി. പണ്ട് നമ്മൾ ഇല്ലാത്ത കുറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാനെന്ന ഭാവം പോവുക എന്നുള്ളതാണ് ഈ ആധ്യാത്മികത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാ അവിടെ പോയെങ്കിൽ മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ, ആചാര്യൻ്റെ അടുക്ക ചെന്ന് ഈ ബ്രഹ്മ എന്താണെന്ന് ചോദിക്കാൻ പറ്റും. ആ ഇരിക്കുന്ന ക്ലാസ്സിൽ ചോദിക്കും, മനസ്സിലായില്ലെങ്കിൽ പറയാൻ, എഴുന്നേറ്റ് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോഴെന്താണ്, വെള്ളാപ്പള്ളിയുടെ ഭാര്യയ്ക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലായ ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ നല്ല, അവര് സംസ്കൃതം പഠിച്ചവരൊക്കെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ബ്രഹ്മം എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾക്ക് ഞാൻ ചോദിച്ച വെടിച്ചോദ്യത്തിനെ പറ്റി. എനിക്ക് പള്ളാത്തുരുത്തി SNDP യൂണിയന്റെ ഒരു പരിപാടിക്കിടെ ഗുരു പറഞ്ഞതാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, സനാതന ധർമ്മം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജാതി മാറാനായിട്ട്. ഗുരുവേ, ഞങ്ങൾ ഇനി ഈ ഇഴവ ജാതിയിൽ നിൽക്കുന്നില്ല, ഞങ്ങൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾ സനാതന ധർമ്മത്തിലേക്ക് പൊയ്ക്കോ, അതാണ് നല്ലത്. നല്ലൊരു ഉത്തരം വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവാൻ. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് പോലും ജാതിയുടെ സ്പർദ്ധ ഉണ്ടായിട്ടുണ്ട്, ഗുരുവിന് അതില്ലായിരുന്നു. സർവജ്ഞപീഠം കേറിയ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ശിവൻ ഒരു നായ്ക്കുട്ടിയായിട്ട് ചണ്ടാള വേഷത്തിൽ വന്ന് മാറിപ്പോന്ന് പറഞ്ഞു. അപ്പൊ ആര് മാറണം, ദേഹം മാറണോ ദേഹി മാറണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് വിവരം വരുന്നത്. പക്ഷേ ഗുരു പറയുന്നുണ്ട്, ശങ്കരന്റെ ധർമ്മം തന്നെയാണ് നാമം അനുഷ്ഠിക്കുന്നത്. പക്ഷേ ഈ ജാതി ഗുരുവിനില്ല, ജാതി വ്യത്യാസം ഗുരുവിലില്ലായിരുന്നു. അതാണല്ലോ താഴെ ജാതിക്കാരെ കൊണ്ടുവന്ന് ആശ്രമത്തിൽ താമസിപ്പിക്കുന്നതും. ഞാനത് വായിച്ചതാണ്. ഉള്ളൂർ S പരമേശ്വരിയർക്ക് ഈ ജാതിയുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഗുരുവിൻ്റെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്താണ്, അധകൃതരായ കുട്ടികളെയാണ് ദൈവദശമൊക്കെ ചൊല്ലി അവരാണെന്ന് പാചകമൊക്കെ ചെയ്തിരിക്കുന്നത്. അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും
പൊടികുത്തി വാഴുന്ന കാലത്ത് ഗുരു അവിടെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് കുളിപ്പിച്ച് നല്ല രീതിയിലൊക്കെ നിർത്തി പാചകം ചെയ്ത് ഭക്ഷണം വിളമ്പി കഴിഞ്ഞേച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഇവരാണ് വെച്ചതെന്ന് പറഞ്ഞ് പപ്പടം കൊടുത്ത് പൊട്ടിച്ചേച്ച് ഗുരു ചോദിച്ചു, എന്താ പൊടിഞ്ഞോന്ന് ചോദിച്ചു. ഏതാ ജാതി പൊടിഞ്ഞു പോയത്. അപ്പൊ അത് വരെ അദ്ദേഹത്തെ പോലും മാറ്റിയെടുക്കാൻ ഗുരു ആരെയും ശാസിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ പരിവർത്തനം ചെയ്തു വരികയാണ്. അതിപ്പോ ഇവര് രാഷ്ട്രീയക്കാർ വെക്കുന്ന പേരല്ലേ, നവോത്ഥാന നായകൻ, പിന്നെ വിപ്ലവകാരി. ഗുരു സാക്ഷാൽ ബ്രഹ്മം എന്ന് പറഞ്ഞ ഇതിനെല്ലാം ഉള്ള ഒറ്റ ഉത്തരവായി. ഗുരുവിനല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഗുരു ഇവിടെ വന്ന് ജനിച്ചത്, ഇവരാരും ഇതിപ്പം ആചാര്യനും ഗുരുവും തമ്മിൽ രണ്ടും രണ്ടാണ്. അത് നമ്മൾ ഉപനിഷത്തുകളിൽ മഹർഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ ബേസ് തൊട്ട് നമ്മൾ പഠിക്കണം. ഇവിടെ ജാതി ഇല്ല. മഹാഭാരത യുദ്ധം ഉണ്ടാകാനുള്ള കാര്യം എന്താ? സത്യവതിയിലുണ്ടാകുന്ന പുത്രന് വേണം രാജ്യസ്ഥാനം കൊടുക്കാൻ. അതെ. അപ്പൊ ശന്തനു മഹാരാജാവിന് നേരത്തെ ഗംഗയിലുണ്ടായ ഒരു പുത്രനുണ്ട്. ദേവവ്രതന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴാണ് ഇത് അറിഞ്ഞ് അച്ഛൻ്റെ ദുഃഖം അറിഞ്ഞുകൊണ്ട് മകൻ അവിടെ ചെല്ലുന്നു. മകൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശപഥം ചെയ്യുന്നത്. അതാണ് ഭീഷ്മ ശപഥം. അങ്ങനെയാണ് ഭീഷ്മ പിതാമഹൻ എന്ന് പേര് വരുന്നത്. എത്രയോ വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹത്തിന് വരം കൊടുത്തത്. ഇതൊക്കെ കഥയല്ലേ, നടന്ന സംഭവങ്ങളാണ്. ശരശയ്യയിൽ കിടന്ന് അദ്ദേഹം മരിക്കാൻ കാര്യം അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു. പക്ഷെ അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ ഈ കൗരവരുടെ ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരമെല്ലാം ദുഷിച്ചു പോയിട്ടുണ്ട്. ആ രക്തം ഒന്ന് പോയി തീർന്നിട്ട് ഞാൻ പോകാനായിട്ട്. ചെയ്തൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം കഥയ്ക്കുള്ളിൽ തത്വങ്ങൾ ഇരിപ്പുണ്ട്. ആ തത്വങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാതെ നമ്മൾ എന്താണെന്നറിയാം, നമ്മൾ സംസ്കൃതം പഠിച്ചില്ല, നമുക്ക് വലിയ അറിവില്ല, കാട്ടാളന്മാരായിട്ടൊക്കെ ജീവിച്ചവരല്ലേ നമ്മൾ. പ്രകൃതിയായിട്ട് മല്ലിട്ട് ജീവിച്ച് ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ പിന്നല്ലേ വരുന്നത്. അപ്പം അങ്ങനെ ആണ് അന്ന് പഠിപ്പിച്ചു വന്നത്. അവർ ചെയ്ത അത്രയും പോലും നമുക്ക് അറിവില്ലാതെ പോയി. ആധുനിക മനുഷ്യർക്ക് നമുക്ക് അറിവില്ല. അതാണ് ഈ കുഴപ്പം പറ്റിയത്. നമ്മുടെ കുഞ്ഞുങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് അറിയത്തില്ല നമ്മുടെ ഭഗവാന്മാരെ പറ്റി. അതൊക്കെയാണ് ഹിന്ദു സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാനൊക്കത്തില്ല. സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചവരെന്നുള്ള ഇതിലാണ്. അത് ഈ ആര്യ സംസ്കാരം കയറി വന്നപ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ പല പല ജാതിക്കാരായിട്ട് മാറിയത്. പിന്നെ ഓരോ അധിനിവേശം വന്നില്ലേ. അതെ അതെ. അക്ബർ വന്നു, പിന്നെ എന്താണ് ബാബർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എല്ലാം വന്ന് അവരെയൊക്കെ ഗ്രേറ്റ് ആക്കി നമ്മൾ പഠിച്ച്. നമ്മുടെ സംസ്കാരം നമ്മൾ പഠിച്ചില്ല. അവിടെ നമുക്ക് എനിക്കൊന്ന് ഇനി നളന്തായി പോകണമെന്നുണ്ട്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ചൈനീസ് അദ്ദേഹം ഇവിടെ വന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട്. 2000 കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാവുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇപ്പോഴുണ്ടോ വല്ലതും 2000 കുട്ടികൾക്ക്? ഇപ്പോഴും ഉണ്ടോ? ഇല്ലല്ല. അന്ന് അതാണ് തീയിട്ട് നശിപ്പിച്ചത്. പിന്നെ കുറേയൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഈ ആയുർവേദം എന്ന് പറയുന്നത് മൊത്തം ഇവിടെ ഇല്ല ഇപ്പോഴും. സത്യം. എല്ലാം കൊണ്ടുപോയിരിക്കുക. നമ്മൾ ഈ പിന്നെ അലക്സാണ്ടർ സാർ എപ്പോഴും പറയത്തില്ലേ, തമ്പിംബ്രഷൻ. അതെ. അത് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുക. നമ്മുടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭൃഗു മഹർഷി ഇന്ന സമയത്ത് ഇന്ന ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ജനിക്കും, അയാൾ ഇങ്ങനെയായിരിക്കും. അത് പറയുന്നതൊക്കെ കറക്റ്റായിരിക്കും. അവിടെ മുൻജന്മം പറയും, പിന്നത്തെ ജന്മം പറയും. കൃത്യമായിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പറയുന്നതൊക്കെ കറക്റ്റാണ്. നടേശേട്ടൻ്റെ ഈ മോളുടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, വന്ദനയുടെ കല്യാണത്തിന് ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിട്ട് നടക്കുന്നില്ല. അവൾ എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്ത് ഒരാലോചന വന്ന് അവിടെ നോക്കാൻ പോയപ്പോൾ തമ്പിംബ്രഷം വെച്ച് നോക്കിയാൽ കിട്ടുമെന്ന് തോന്നി. ഇവിടുത്തെ ജ്യോത്സ്യം നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. അവിടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ ലക്ഷണം അനുസരിച്ചുള്ള കല്യാണം എല്ലാം നടന്നു. അപ്പം നടേശേട്ടന് ഒരു വിശ്വാസം വന്നു. അങ്ങനെ നടേശേട്ടൻ്റെ നിന്ന് ഞങ്ങൾ ആണുങ്ങളാണെങ്കിൽ വലത് കൈയുടെ ഈ തമ്പിംബ്രഷനും, സ്ത്രീകളാണെങ്കിൽ ഈ അങ്ങനെ നടേശേട്ടൻ്റെ ഈ ഇതിനകത്ത് വെച്ച് ഞങ്ങൾ തമ്പിംബ്രഷം കൊണ്ട് അവിടെ കാണിച്ച്. അപ്പം നടേശേട്ടൻ ഇരട്ട പ്രസവിച്ചതാണ്.
അവിടെ ഈ ജംഗ്ഷനിൽ തിരിയുന്നിടത്ത് ഒരു കെട്ടിടവും അതിൻ്റെ പുറകിലൊരു വീടുമുണ്ട്. അത് നടേശൻ്റെ ഇരട്ട പ്രസവിച്ച നടരാജൻ എന്ന് പേര്. അപ്പം ആദ്യം പുള്ളിക്ക് കിട്ടുന്നത് ഈ നടരാജൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പുള്ളി ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഇരട്ടയിലൊന്ന് പുള്ളി വിദ്യാഭ്യാസം, 2 ഇരട്ടയാണെങ്കിൽ നെഗറ്റീവ് സ്വഭാവമാണ്. നടേശന് എന്ത് ഇഷ്ടമുണ്ടോ അത് പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളിക്ക് വണ്ണമുണ്ട്, അദ്ദേഹത്തിന് വണ്ണമില്ല. വിദ്യാഭ്യാസമുണ്ട്, നടേശേട്ടൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇങ്ങനെ അത് വീട്ടിലെ സാഹചര്യം കൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവിടെ നിന്നു പോയതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ അതല്ല. പക്ഷെ അത് വായിപ്പിച്ചില്ല. അന്നേരത്തേക്കും പുള്ളി മരിച്ചു പോയായിരുന്നു ഞങ്ങൾ ഈ നോക്കാനായിട്ട് പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞ് നടേശൻ്റെ കിട്ടി എല്ലാം പറഞ്ഞു. അപ്പം അവിടെ അയാൾ ഏതാണ്ട് പറയും കഴിഞ്ഞ ജന്മം വേണമെങ്കിൽ വായിക്കാമെന്ന് പറഞ്ഞു. വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ എടുക്കെന്ന് പറഞ്ഞു. എടുത്തപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ അത് ഈ ടേപ്പ് റെക്കോർഡറില്ലേ പഴയ നമ്മൾ ഈ ഇതിനകത്ത് ഇട്ട് കേൾക്കുന്ന കാസറ്റ്, അതിനകത്ത് അവര് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തരും. എന്നിട്ട് വേറൊരാൾ വന്നിട്ട് മലയാളത്തിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും. അത് രണ്ടും ഇതിനകത്തുണ്ട്. പിന്നെ എഴുതി തരുന്നത് കൊടും തമിഴിലാണ് എഴുതുന്നത്. എന്നിട്ട് ഇത് വായിച്ചാണ് ആ ബുക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ ഈ ആള് സിലോണിൽ ഒരു വലിയൊരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ ആ പൂജാരി ആയിരുന്നെങ്കിലും വളരെ ക്രൂക്കഡ് മൈൻഡഡ് ആയിരുന്നു. പൂജയ്ക്കൊക്കെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും, ഒരു പൂജയും ചെയ്യത്തില്ല. കാശൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ ഈ ആഭിചാരം ചെയ്യുക, ആളുകളൊക്കെ മരിച്ചു പോകുന്നതൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെ നല്ല പൂജകളൊന്നും ചെയ്യത്തില്ല. പിന്നെ അമ്പലത്തിലെ കുറേ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി, സ്വർണങ്ങളൊക്കെ എടുത്ത് മാറ്റി, ഇപ്പോഴത്തെ ശബരിമല പോലെ ഒക്കെ എടുത്തോണ്ട് പോയി. പക്ഷേ ഈ ജന്മത്തിൽ പാപപരിഹാരമായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായിട്ട് വരണം. വന്നു കഴിഞ്ഞിട്ട് അത് 33 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നോക്കുന്നതെന്ന് ഓർത്തണം. അന്നേരം അയാൾ പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് ദീർഘകാലം അതിൻ്റെ ഭരണത്തിലിരുന്നു കൊണ്ട് നാടിനും നാട്ടാർക്കും ക്ഷേത്രത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് തൊഴിലാണോ എടുത്തോണ്ടിരിക്കുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിൽക്കും. പക്ഷെ 2-3 വലിയ വലിയ സ്ഥാനമാനങ്ങൾ വരാൻ പോവുക. എല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡർ ഇല്ലെന്നേ ഉള്ളൂ, അതിനകത്ത് ഇട്ടാൽ ഇത് കേൾക്കാം. ആ ഒരു ഇങ്ങനെ വലിഞ്ഞ് കേൾക്കാം. അന്നേരം അത് പറഞ്ഞു എല്ലാം നടേശൻ അന്നേരം ഇല്ല. ഞങ്ങളിതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കേൾപ്പിച്ച് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് മറ്റേതൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. പക്ഷെ പിന്നെ ഞാൻ എൻ്റെ ജോലി തീർത്തേച്ച് എങ്ങോട്ട് പോകാൻ പോയി? കോൺട്രാക്റ്റൊക്കെ അല്ല, അന്ന് തിരക്കുള്ള സമയം. നിങ്ങൾ ഇങ്ങനെ ഈ വിദ്യാന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ, ഈ വിദ്യാന്മാര് പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അവിടെ പോയി നിന്ന് ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് പോകും. ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു തമാശക്ക് കേട്ടതാ. ഒരു 6 മാസം ആകുന്നതിന് മുമ്പേ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പം ഈ 3 സ്ഥാനങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് അറിയാം, ശ്രീധരൻ സാറ് നമ്മളെ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് മെട്രോ പണിയാൻ. അതെ. അത് കഴിഞ്ഞിട്ട് ഒരു വിളി വരുന്നു, നടേശ പാസ്പോർട്ട് നിങ്ങളുടെ പണിക്കാർക്കൊക്കെ എടുത്തു, സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന സ്ഥലം ഇറാഖിലേക്ക് പണിക്ക് പോകണം, അവർക്ക് പാസ്പോർട്ടൊക്കെ എടുത്തു, നമുക്ക് ഉടനെ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞില്ലേ 3 സ്ഥാനങ്ങൾ വരാൻ ഡൽഹിയിലത്തെ പണി, ഇറാഖിലെ പണി, പിന്നെ അതെങ്ങനെ ഇപ്പം പറഞ്ഞ് മനസ്സിലായ? ഞങ്ങൾ പറയാം നടേശനോട്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ഇറാഖിലെ പണി വിട്ടു. അവിടെ സ്കഡ് മിസൈലൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നിട്ട് എവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് ഇന്ത്യ ഗവൺമെൻറ് മാറ്റി. അത് കാരണം നടേശനാണെങ്കിലേ പോകുന്നുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ്. അങ്ങനെ പോയി. അന്നേരം നടേശൻ പറഞ്ഞ് ഇതൊക്കെ വെറുതെ ചുമ്മാതെ പറയുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ SN ട്രസ്റ്റ് വന്ന്, SNDP യോഗത്തിൽ വന്ന്, പിന്നെ മെഡിക്കൽ മിഷൻ ഇതും 3 കൂടെ ആരും ഇന്നേ വരെ ശങ്കർ സാർ പോലും ഇരുന്നിട്ടില്ല. ഇതും 3 ഈ 30 വർഷം ഇരിക്കുന്ന നടേശന്. അയാൾ പറഞ്ഞ പിന്നെ വലിയ വലിയ എന്നിട്ട് നടേശന് അത് കഴിഞ്ഞ് ഈ നമുക്ക് നല്ല സമയം വരുമല്ലോ, ഗജകേസരി യോഗം നടേശന്. പക്ഷേ കുടുംബത്തിന് യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ വിചാരിച്ചെന്ന് പറയാം, ഗജകേസരി യോഗം വരുമ്പോൾ മരണം വരത്തില്ല, നടേശേട്ടൻ മരിച്ചു പോവായിരിക്കും അന്നേരത്തേക്ക്.
കുടുംബത്തിന് ഇതില്ലല്ലോ, അതെ അതെ ആയുസ് കാണത്തില്ല. അപ്പൊ ഞാൻ എടുത്തു ചോദിച്ചപ്പോൾ ആയുസിനൊന്നും കുഴപ്പമില്ല, അത് 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞ് വലിയ വലിയ ശാലകൾ, ഹോളുകൾ, കെട്ടിടങ്ങൾ, എന്നുവെച്ചാൽ സ്കൂളും കോളേജും പണിയല്ലേ, കോടികളുടെ ഇത് പണിയും. ഒന്നും വീട്ടിലില്ല, നമുക്കല്ല പണിയുന്നത്, എല്ലാം ആളുകൾക്ക്. ഈ അമ്പലത്തിലാണേലും ചെയ്തു കൊടുക്കണം, എന്ന് വെച്ചാൽ പാപപരിഹാരം ചെയ്യുക. പക്ഷെ ഇങ്ങനാണെങ്കിലും ശ്രീകൃഷ്ണന് കേട്ടതുപോലെ ഇടക്കിടക്ക് കള്ളാന്നൊരു വിളി കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കള്ളത്തരത്തിന്റെ പേര് ഈ ജന്മത്തിൽ കിട്ടുകയാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ പാപ നമ്മൾ ഈ വർഷം അനുഭവിക്കണമെന്ന് പറയുന്നത് ഇതാണ്. മുൻജന്മ പാപത്തിലാണ് നടേശൻ ഇതിവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മൈക്രോ ഫിനാൻസ് കട്ടെന്ന് പറയുന്നില്ലേ. അപ്പൊ ഇതെടുത്തൊന്ന് വായിച്ച് അത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമായി. അപ്പൊ നടേശൻ കഴിഞ്ഞ ജന്മത്തിലാ പിന്നെ എന്താണ് സിലോണിൽ പോയ അമ്പലത്തിൽ നിന്ന് മുഴുവനും കട്ടെടുത്ത് ഇപ്പൊ ഞങ്ങൾ ഈ കള്ളപ്പേര് കേട്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമാണ് ഇത് കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു. നടേശൻ ഇത്രയും പേർക്ക് നല്ല ഉപകാരം ചെയ്ത് ഒരു നല്ല വാക്ക്. പക്ഷെ നമ്മുടെ ശാഖയിലും യൂണിയനിലുള്ളവർക്ക് അറിയാം ജനറൽ സെക്രട്ടറിക്ക് ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചപ്പോലും എടുക്കാനൊക്കത്തില്ല. ഇപ്പൊ നടേശന്റെ മനസ്സിൽ തോന്നുകയാണ് അതിനകത്തൊന്നൊരു 1 കോടി രൂപ ഇങ്ങോട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ദുഷ്ടപ്രവർത്തികൾ ചെയ്ത ആളല്ലേ. അപ്പൊ പാപപരിഹാരം ഈ അമ്പലത്തിലാണ്. അപ്പൊ ഈ അമ്പലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരമായിട്ടുള്ള കാര്യം. ഒരു പിന്നെ എന്താണ് വിവാഹം നടത്തിയാൽ അവർക്ക് മംഗല്യനിധി, സ്കൂളിൽ പഠിക്കാനുള്ള നിധി, പിന്നെ അസുഖം വന്ന അവർക്കുള്ള പൈസ ഈ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യും. ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നേരെ SNDP ആക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ നടേശേട്ടൻ SNDP വന്നിട്ട് ഇപ്പൊ പുതുതായിട്ട് എടുത്തോണ്ട് വന്നതൊന്നുമില്ല. ഈ കുടുംബ യൂണിറ്റും അത് തന്നെ. ഞാനിവിടെ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പേ SNDP അല്ല ഈ പിന്നെ ദേവസ്വത്തിൽ വരുന്നതിന് മുമ്പേ നടേശേട്ടൻ കുടുംബ യൂണിറ്റ് ഉണ്ട്, കുടുംബ യോഗങ്ങൾ. ക്ഷേത്രത്തിന്റെ അല്ല. ഇവിടെ അന്ന് ബാങ്കില്ല, ആളുകള് പാവപ്പെട്ടവരാ. അത് നടേശനോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ കുറെ കുടുംബ യൂണിറ്റുകൾക്ക് കെട്ടിടങ്ങളുണ്ടായിരുന്നു. അത് നടേശേട്ടൻ ഈ SNDP യോഗത്തിലൊന്നും മരുന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല, നടേശനായിട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നെ ഇവിടെ ബാങ്ക് വന്ന്, സൊസൈറ്റി വന്ന്, അവർക്ക് പിന്നെ ഈ പൈസ അങ്ങനെയാണ് തെങ്ങ് കയറും. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് തെങ്ങ് എടുത്തേച്ച് ആ തേങ്ങ ലേലം വെച്ചിട്ട് നമ്മുടെ തുകയായിട്ട് അവിടെ അല്ലാതെ നമ്മൾ പൈസ കൊടുക്കണ്ട, ഡിപ്പോസിറ്റ്. അത് ഓണത്തിനും ഉത്സവത്തിനും അത് തിരിച്ചു കൊടുക്കും, പലിശ സഹിതം. വേറെ അവർക്ക് പറമ്പ് മേടിക്കണമെങ്കിൽ അതിനകത്തുനിന്നൊക്കെ പലിശ കൊടുക്കുമായിരുന്നു. ഒരു പാർട്ടിയുടെയോ ഒന്നുമല്ല. എന്താണോ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. നടേശനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തു. ആദ്യം അമ്മയിട്ട് കൊടുത്തത് ഒരു പലചരക്കടയാണ്. അന്നത്തെ 1 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞ ആളാണ്. എല്ലാം എടുത്തു കൊടുത്തു. വരുന്നവരും പട്ടിണിക്കാരല്ലേ. മുതലാളി അതില്ലെന്ന് പറയുമ്പോൾ അവിടെ 5 പ്രാത്തൽ അവർക്ക് കൊടുത്തേരും, ഇവർക്ക് കൊടുത്തേരും. എല്ലാം കടവും കൊടുത്ത് കട പൂട്ടേണ്ടി വന്നു. രണ്ടാമതും അമ്മ പൈസ കൊടുത്ത് പലചരക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, വീടിനകത്ത് കാണുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീടിന് മുമ്പിൽ ഒരു കടയുണ്ടാക്കി കൊടുത്തു. അതാണ് അത് ഫ്ലോപ്പായിപ്പോയി. പിന്നാണ് കോൺട്രാക്ട് പണി തുടങ്ങിയത് ചേട്ടൻ്റെ കൂട്ടത്തിൽ. ഇതൊക്കെയാണ് നടേശേട്ടൻ്റെ ജീവിതം. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പുള്ളതാണ്. അപ്പം ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം അന്ന് 10,000 20,000 രൂപയൊക്കെ കൊടുത്ത് ആ സ്ഥലവും കെട്ടിടമൊക്കെ കൂടെ അവിടെയുള്ള ശാഖക്കാർക്ക് നടേശേട്ടൻ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ അവർ പുതിയ കെട്ടിടം, അന്നൊക്കെ ചെറിയ കെട്ടിടമല്ലേ, ഇപ്പോൾ അതെല്ലാം പൊളിച്ചു കഴിഞ്ഞ് വെറുതെ കിട്ടിയതല്ലേ, നടേശേട്ടൻ കൊടുത്തതല്ലേ. അവർ പൈസ മുടക്കി വലിയ കെട്ടിടങ്ങൾ പണിത് ശാഖ ഓഫീസായി. അപ്പം അതിൻ്റെ ഈ അന്നത്തെ പഴയ ചരിത്രം വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വന്ന അന്ന് നടേശൻ മലയാളിയായിട്ടിരിക്കുമ്പം മേടിച്ചു തന്നതാണ്. അങ്ങനെ നാട്ടിലങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമായിരുന്നു. അത് ഈ പാപപരിഹാരം അവിടെ അല്ലാതെ നടേശനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായി? അത് ആ റെക്കോർഡ് കേട്ടെങ്കിലേ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇതിന്റെ ഒരു മോക്ഷം എന്നുള്ള ഒരു മോക്ഷത്തിലേക്ക് വരും. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും അടുത്ത ജന്മമില്ല. ഇതുവരെ ഞങ്ങൾ 2 പേരും 3 ജന്മങ്ങളായിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാന്നാ പറഞ്ഞത്. സിലോണിലും ഞാനുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു സോളായിരുന്നെന്നാ പറഞ്ഞത്. പക്ഷെ ഈ ദുഃഖം ഞാൻ അനുഭവിക്കണം, ഇത് കേൾക്കണം. കട്ടതിൻ്റെയൊക്കെ പക്ഷെ എനിക്കതിൻ്റെ യാതൊന്നുമില്ല. പുള്ളി അത് വേറെ ചെയ്ത. ഞാൻ അതിനകത്ത് ആ കട്ടതൊന്നും ഞാൻ മേടിച്ച് തിന്നിട്ടില്ല. അത് അദ്ദേഹം പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്.
അത് എൻ്റെ കഴിഞ്ഞ ജന്മം ഇത് ചോദിച്ചപ്പോൾ ഞങ്ങളൊന്നും ചോദിക്കണമല്ലോ, എൻ്റെ കഴിഞ്ഞ ജന്മം. വെറുതെ ഇയാളെ കളിയാക്കാവുന്ന പോലെ നമ്മൾ തമാശ, അന്ന് ചെറുപ്പമല്ലേ, ഈ ജ്യോത്സ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ മറ്റേ IG ആയിട്ടിരുന്ന അദ്ദേഹം അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാനിത് സത്യമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ സത്യമാണ്, നമുക്കിതൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലും സർപ്പാരാധനയുണ്ട്. ശൈലേശ്വരിയുടെ വലിയ ഭക്തനും കൂടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അറിഞ്ഞുകൂടി ഇതൊന്നും. അവരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മളിത് വല്ലതും പഠിക്കാൻ പോകുന്നുണ്ടോ? നമ്മളിതിൻ്റെ നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കും. ആ ശാന്തിക്ക് കാശ് മേടിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറയും ഈ ജ്യോത്സ്യൻ. വേണമെങ്കിൽ നമ്മൾ പറയും 500 രൂപ എടുത്താൽ മതിയായിരുന്നു അന്ന്. 500 ഇച്ചിരി വലിയ തുകയാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ്. ഓരോ കാണ്ഡം എടുക്കുന്നെന്നാണ് പറയുന്നത്. ഒരു ബുക്കും തരും, ഈ കാസറ്റും തരും. അതിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കും ഓരോരുത്തരുടെ. തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ഓരോരുത്തരുടെയും പേരും മോളിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജ്യോത്സ്യം എന്ന് പറയുന്ന സത്യം തന്നെയാണ്. പിന്നെ കള്ളന്മാര് എല്ലായിടത്തും ഉണ്ട്, പൂജാരിമാരിലാണേലും എവിടെയും കാണും. അല്ല, ഈ പിന്നെ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴല്ലേ അത് പുറത്ത് വന്നത്. അതാണ് നടേശേട്ടൻ പറയുന്നത്. അതാണ് അയ്യപ്പന് ഇരിക്കപ്രതി ഇല്ലാതെ വന്നിട്ട് ഞങ്ങളെയൊക്കെ അവിടെ വിളിച്ചു. അത് മാത്രമല്ല, അപ്പോഴും ജനറൽ സെക്രട്ടറി കൃത്യമായി പറയുന്നുണ്ട് കേസുകൾ പിൻവലിക്കണം. ഒരുപാട് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് അല്ല, ജനറൽ സെക്രട്ടറിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചായിരുന്നു. തുഷാർ പിന്നെ അന്ന് മത്സരത്തിൽ നിന്നല്ലോ. അപ്പൊ ഞങ്ങൾ വയനാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവര് പറയുന്ന ജനറൽ സെക്രട്ടറി ഞങ്ങൾക്കൊക്കെ എതിരായിട്ടല്ലേ പറഞ്ഞത്, സ്ത്രീകളെ കയറ്റിയില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, ജനറൽ സെക്രട്ടറി പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടില്ല. ഞാൻ അത് ഇവിടെ ഇരിപ്പുണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ കോടതിയിൽ നിന്ന് വിധി വന്നപ്പോഴത്തേക്കും വേദനാജനകം. എതിര് പറയാനൊക്കത്തില്ല നമുക്ക്, കോടതിയുടെ തെറ്റ് പറയാൻ. നമ്മുടെ ഈഴവ സ്ത്രീകളാരും ഈ പ്രായത്തിൻ്റെ ഇടയിൽ ശബരിമലയിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് വിളക്കും കത്തിക്കത്തില്ല. നമ്മൾ പറഞ്ഞാൽ പോലും നമ്മുടെ സ്ത്രീകൾ കത്തിക്കത്തില്ല. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അങ്ങനെ. പിന്നെ ഈ പിന്നെ ചെറുപ്പക്കാരായ സ്ത്രീകൾ അവിടെ ചെന്നാൽ വ്രതാനുഷ്ഠാനങ്ങളോട് പോകുന്ന പിന്നെ അയ്യപ്പന്മാർക്ക് മനസ്സിളകാനായിട്ട് അത് മതി. നമ്മൾ ഇത്രയും 41 ദിവസത്തെ വ്രതം എടുത്ത് ഇപ്പം എന്തുവാണ്, രാവിലെ എഴുന്നേറ്റ് മാലയെടുത്തിട്ട് ഹലോ അയ്യപ്പ ഞാൻ മരുന്നെന്നും വേണ്ട അങ്ങോട്ട് ചെല്ലും, ഒരു സ്ഥലവും കൊടുത്ത്. അങ്ങനെയല്ലേ പണ്ട് 41 ദിവസം. എൻ്റെ അച്ഛനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ പോലും കിടക്കത്തില്ല. ഫ്രണ്ടിലൊരു ഓലപ്പര ഉണ്ടാക്കിയിട്ട് കയറ് കെട്ടിയേക്കുന്ന, അതേല് പോലും ഇല്ലാതാണ് അച്ഛൻ കിടക്കുന്നത്, തലയണ പോലും ഇല്ല. ആട്ടെ അതിനകത്ത് ഒരു അച്ഛനൊരു സിങ്കിടിയുണ്ട്, കഞ്ഞിയും ചെറുപയറുമാണ് ഭക്ഷണം, ചമ്മന്തി, പപ്പടം പോലും കഴിക്കത്തില്ല. അങ്ങനെ കഴിച്ചേച്ച് ഇതെല്ലാം 41 ദിവസവും വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വീട്ടിൽ ആരെങ്കിലും പീരീഡ്സ് ആയ അവരാരും ആ പ്രദേശത്തെ കാണത്തില്ല. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഭയങ്കര കരച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? പോയി പുലി പിടിക്കാതെ തിരിച്ചു വരണം, നടന്നാണ് പോകുന്നത്. അത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇത്രയൊക്കെ ഡിവോഷൻ ഉണ്ടാവുമ്പോ എങ്ങനെ ഭഗവാന്റെ സ്വത്ത് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റും? അതെങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അവർക്കാർക്കും ഒരു ഭക്തിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ അകത്ത് കയറുന്ന ശാന്തിമാരുടെ ചിങ്കിടികളായിട്ട് പോകുന്നവരാണ് കട്ടെടുക്കുന്നതെന്നാ പറയുന്നത്. ഒരുപാട് പേരെ അകത്തോട്ട് കയറ്റിയല്ലേ. എന്തിനാ അത്രയും ആളുകൾ? നമ്മൾ എപ്പോഴും കാണും 2 പേര് കൂടുതൽ അതിനകത്ത് വേണം. എന്തിനാണ് എല്ലാം വരിയായിട്ട് 5-6 അകത്തോട്ട് പോകുന്നത്? നമുക്കറിയത്തില്ല, നമുക്കറിയാൻ മേത്ത. അത് അയ്യപ്പൻ കൊടുത്തോളൂ. നമ്മളെ എന്താ അത് പറഞ്ഞ് ഞാനവിടെ തുഷാറിന് വോട്ട് ചോദിക്കുകയല്ലായിരുന്നു, ഇത് വിശദീകരിക്കുകയായിരുന്നു. അന്നേരം ഇവിടെ ആശ വന്നേച്ച് പറഞ്ഞു, അച്ഛാ അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് ഇതായിരുന്നു പ്രസംഗം. അത് മാത്രമല്ല, അന്ന് ഈ 2-ാം തീയതി യുവതി പ്രവേശനം ഉണ്ടായ സമയത്ത് അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും. എന്നെ കൊണ്ടാണ് ആ ഓത്ത് വായിപ്പിച്ചത്. അപ്പൊ സുജാത എന്നോട് പറഞ്ഞു, ചേച്ചി വായിക്കെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തു? മാർക്സിസ്റ്റുകാരല്ലേ അവിടെ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ തുഷാറൊന്നും വന്നില്ല ഇതിൽ. അത് അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾ വരുത്തില്ല, ഞാൻ BDJSകാർ വരണ്ട. ഞാനന്ന് മെമ്പർഷിപ്പ് എടുത്തതേ ഉള്ളൂ, 3-4 ദിവസമേ ആയുള്ളൂ. അപ്പം എന്നെ അവർ പാർട്ടിക്കാർ വിളിച്ചേച്ച് പറഞ്ഞു, ചേച്ചി ആദ്യം സംസാരിക്കാൻ പറഞ്ഞു. ഈ വന്ന അവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്കറിയാം, MP MLA എല്ലാം ഇവിടെ വന്ന് പോകുന്നതല്ലേ, പുതിയ ആൾക്കാരൊന്നുമില്ല. എനിക്കൊരു സ്ഥലകാല ബോധം ഒന്നും അങ്ങനെ വെപ്രാളം മേടിക്കുക ഒന്നുമില്ല.
എൻ്റെ മോളും ഉണ്ട് ഇത് പിടിക്കാനൊക്കെ വന്നു. അപ്പോൾ ആദ്യം ഞാൻ കയറി, ഞാൻ സ്വാഗതം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, ഞാൻ BDJS. മോദിജിയുടെ ഇത് കണ്ടിട്ട് ഞാൻ വന്നതാണ്. പിന്നെ ഇപ്പം ഈ വോട്ട് വന്നതിനകത്ത് ഇങ്ങനെ സ്ത്രീകളെ പ്രവേശിക്കാൻ ഇല്ലേ. അപ്പം ഞാൻ ഈ ജനറൽ സെക്രട്ടറി പറഞ്ഞ അതെല്ലാം ഞാൻ പറഞ്ഞു. ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് SNDP യോഗം എതിരാണ്. അതിപ്പോൾ ആര് പറഞ്ഞാലും ഞങ്ങൾ സ്ത്രീകളാരും വിളക്കും കൊളുത്തി പോകത്തില്ല അങ്ങോട്ട്. ആ സമയത്ത് അത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അയ്യപ്പൻ്റെ ആ ഇരിപ്പ് യോഗനിദ്രയിലാണ് ആ ഇരിക്കുന്നത്. അപ്പം സ്ത്രീകൾ ചെല്ലാൻ പാടില്ല. അയ്യപ്പനും ഭാര്യയായിട്ടിരിക്കുന്ന വേറെ പ്രതിഷ്ഠയുണ്ട്, ഇവിടുത്തെ അതല്ല. അവിടെ ലയിക്കുമായിരുന്നല്ലോ ഭഗവാൻ. അത് അങ്ങനെയാണ് അതിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. അന്നേരം എന്നോട് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് മരിച്ചു പോയല്ലോ നമ്മുടെ കായംകുളത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ബന്ധുവും കൂടെ, പുള്ളി BJP-കാരനാണ്. അശ്വിനി ദേവി ഈ അയ്യപ്പനെ പറ്റിയൊക്കെ എന്നോടൊക്കെ ഒരുപാട് ഇവിടെ വന്നിരുന്ന് എന്നെ ക്ലാസ്സൊക്കെ എടുത്ത്, ഇത് ഈ ഒന്നും ഉണ്ടായിട്ടല്ല, പണ്ട് പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും, ആധ്യാത്മിക കാര്യം എനിക്കിഷ്ടമായതുകൊണ്ട് പുള്ളി സംസാരിക്കുന്ന ഏതാ ഞങ്ങൾ തമ്മിൽ. അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ? ആണ് ചേച്ചി, നമ്മളാരും അങ്ങനെ ചെല്ലാൻ പാടില്ല, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്കാണ് ദോഷം. അങ്ങനെ പോയിട്ടുള്ളവർക്കൊക്കെ ഈ പിന്നെ എന്താണ് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മെൻസസ് ഉണ്ടായിട്ടല്ല, ഉള്ള സമയത്ത് അല്ല, ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ കയറിയിട്ട് പ്രഗ്നന്റ് പോവുകയല്ല, അറിയത്തില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കയറുന്നുണ്ടായിരുന്നു ഒരിടയ്ക്ക്. എനിക്ക് 35 വയസ്സുള്ളപ്പോൾ എൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയായിരുന്നു, ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാൻ പോയത്. അപ്പം നടന്നേരെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മാളിയപ്പുറം അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ചെറുപ്പമാണല്ലോ, യൂട്രസ് ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ചെറുപ്പമല്ലേ, അങ്ങനെ നിർത്തിയില്ലായിരുന്നു. അന്ന് മാതൃഭൂമിക്കകത്തുണ്ട് സ്ത്രീകൾ കയറുന്നതിനെതിരായിട്ട്. അല്ല, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നല്ലോ അമ്മ നടത്തിയത്. അത് ഞാൻ നേരം വെളുക്കുകയും ഒരു 3:30 മണിയപ്പോൾ ആരോ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി നമ്മളെല്ലാം പറ്റിച്ച് കേട്ടോ ഇതെന്ന് പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ്സുകാരാണ് എന്നെ രാത്രി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ ഒരു ചതിയാണ് ആ കാണിച്ചതെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളാരും പോവുകയില്ലായിരുന്നു. അത് വേറൊരു ട്രിക്കാണ്. ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവന്ന് അതിനകത്താക്കിയതാണ്. ജനറൽ സെക്രട്ടറി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ വേറെ ആളുകളെ വെച്ചിരിക്കുകയാണ്. അന്ന് പിന്നെ ഗോകുലം ഗോപാലിന്, പിന്നെ വിദ്യാസാഗർ എന്നും പറഞ്ഞ പഴയ പിന്നെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിന് ഈ നവോത്ഥാന സമിതിയിൽ പ്രസിഡന്റ്. അന്നേരം എല്ലാവരും കൂടെ ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ ഞങ്ങളുടെ ശാഖക്കാരും യൂണിയൻകാരും വഴക്കുണ്ടാക്കുമല്ലോ. അപ്പം അവരെല്ലാം രാജിവെക്കുമല്ലോ. നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഗുരു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇവിടെ നവോത്ഥാനം. അപ്പോൾ അവർ പറയും കള്ളു കച്ചവടക്കാരനായതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അന്നേരം നവോത്ഥാനത്തിന് അന്നേരം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും നോക്കിയിട്ടല്ല പോയത്. ഗുരു അല്ലാതെ വേറെ ആരാ ഇവിടെ നവോത്ഥാനം നടത്തിയത്? അപ്പം നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയല്ല. പക്ഷെ അതിൽ അമ്മ ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതാണ് നവോത്ഥാനം എന്നൊരു ചിത്രം കൊണ്ടുവന്ന് അതാ പ്രശ്നം. ഇപ്പൊ എല്ലാരും പിന്നെ ഇയാളുടെ മരുമോനാണ് കയറ്റിയത്, പിന്നെ ശങ്കരദാസിന്റെ. അതെ, അപ്പൊ അവരെല്ലാം വെള്ളം കുടിക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞ പിന്നെ പിണറായി അറിഞ്ഞിട്ടില്ല. നടേശേട്ടൻ ജയിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ കളികൾ പലതുണ്ട്. ജനറൽ സെക്രട്ടറി ഒരിടത്തും പൊങ്ങരുത്. ഇപ്പൊ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് വണ്ടിയെ കയറ്റി ഉടനെ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകത്തില്ലേ, ഇതിലും വലിയ വണ്ടി എനിക്ക്. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തിനാ പറയാൻ അല്ല, ഇനി മുഖ്യമന്ത്രിയുടെ കാറ് കണ്ടപ്പോ കൊതിച്ച് കയറിയതാണ്. അടുത്തടുത്ത മുറി താമസിക്കുക. അന്നേരം പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വെള്ളാപ്പള്ളി എൻ്റെ കാറിൽ പോരെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കയറത്തില്ലെന്ന് പറയാൻ പറ്റുമോ? കാറൊന്ന് കാണാൻ കയറണ്ട, എനിക്കതിലും നല്ല കാറുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. അപ്പൊ കുറെ പേര് പറയുന്നു അത് നന്നായെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയത്. ഒരു നമ്മൾ വലിയ വലിയ പിള്ളേർ പറയുന്ന പോലെ എന്താണ് ഇപ്പോഴത്തെ ഭാഷ പറയുമല്ലോ, തള്ളു പറയേണ്ട കാര്യമില്ല. അതല്ല, വലിയ കാർ എനിക്കുണ്ട്. പിന്നെ അല്ല, അന്നേരം വായി തോന്നിയത് അതാണ് അങ്ങോട്ട് പറഞ്ഞു. ഈ പറയുന്ന വാക്കുകൾ, ഈ പരാമർശങ്ങൾ, നിലപാടുകൾ, ഇതൊക്കെ അമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ സാർ? ഇത് കഴിഞ്ഞിട്ട് വിവാദമൊക്കെ അമ്മ ചൂണ്ടിക്കാണിക്കുവോ? അയ്യോ, ഞാനിപ്പോഴൊന്നും പറയത്തില്ല, പണ്ട് പറയുമായിരുന്നു. പറഞ്ഞു ഇല്ല, ഞാനൊന്നും പറയത്തില്ല. ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ വേറെ വല്ല ജോലി ഉണ്ടെ പോയി നോക്കാന്ന് പറഞ്ഞു.
നിങ്ങൾ ആദ്യം ആലപിക്കാം. എന്നോട് എപ്പോഴും പറയും നിങ്ങൾ അതും കൊണ്ട് നടന്നു, ഞാനിത് എൻ്റെ കാര്യമല്ല, വെള്ളാപ്പള്ളിയിലെ കാര്യമൊന്നും ഈ സ്കൂളിലത്തെ ഇത് വന്ന്. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായി, അവിടെ ഇരുന്നോണ്ട് നടേശേട്ടൻ സത്യം പറഞ്ഞാൽ കണ്ണെല്ലാം നിറഞ്ഞാണ് അത് പറയുന്നത്. മനസ്സിൽ തട്ടി പറയുക, ഒരു സ്കൂളും കോളേജും എനിക്ക് തന്നില്ല. എനിക്കെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയിലേക്കല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയിരുന്നെങ്കിൽ 10 കുട്ടികൾക്ക് അവിടെ പഠിക്കാമായിരുന്നു, ഫീസ് കൊടുക്കണ്ടല്ലോ. ആ ഒരു ഇതേ പറഞ്ഞുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. നമ്മളെ എല്ലായിടത്തും അവഗണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇതല്ലേ. ഇത്രയും ശക്തിയായിട്ട് വന്നിട്ട് പോലും അവരൊന്നും തരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും. അല്ലാതെ ഒരു ക്രിസ്ത്യാനിയോടോ ഒരു മുസ്ലിമിനോടോ ഇപ്പൊ ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞപ്പോൾ തീർന്നു. പിന്നെ അവർ നേരിട്ട് വരുമ്പോൾ പോലും അവരോടൊരു ദേഷ്യവും നടശടം കാണിക്കുക, മനസ്സിൽ വെച്ചേക്കത്തില്ല. അതിപ്പോൾ എന്നോടാണെങ്കിലും അങ്ങനെ. ഇപ്പം ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നതിനിടെ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഷൗട്ട് ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ഇന്ന് ഇവിടെ രണ്ടുപേരും ഇവിടെ കഴിവില്ല, ഞങ്ങളായിട്ട് വന്ന് ഇവിടെ വഴക്കുണ്ടായെന്ന് വിചാരിക്കും, കുടുംബ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അപ്പം വിളിക്കും പ്രീതി എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലും. എന്നെ ആണ് എനിക്കതേ ഉള്ളു. ഞാനത് അന്നേരം പറയാൻ പാടില്ലായിരുന്നു, ഞാൻ കയറി എന്തിനാ പറഞ്ഞത്. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അന്നാ പ്രീതി അങ്ങനെ പറഞ്ഞു, അവർ പോയിട്ട് വഴക്കിടാന്ന്. പോയിട്ട് എന്നോടൊന്നും പറയത്തില്ല, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല, ഇങ്ങനെ അങ്ങനെ ഒരു വഴക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളത് അപ്പം പറയും. അത് ഇവിടുത്തെ SNDP-ക്കാർക്കെല്ലാം അറിയാം. എല്ലാവരും വിചാരിക്കും ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ തല്ലിപ്പിരിഞ്ഞ് ഇപ്പം ഇവിടെ ഭയങ്കര എന്താ വെച്ചാൽ അത്രയ്ക്ക് ഷൗട്ട് ചെയ്യും ചിലപ്പോൾ. ഞാനത് കേൾക്കാത്ത പറ്റി അങ്ങ് ചൂല് അങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോൾ എനിക്കറിയാം എന്നെ വിളിക്കുമെന്നറിയാം. അത് മനസ്സിലെപ്പോഴും എന്നോടുള്ള സ്നേഹവും കരുതലും എല്ലാം ഉണ്ട്. അതിനൊരു ഭാഗ്യം എനിക്കുണ്ട്. അതെനിക്കൊന്നും കുഴപ്പമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സിലോണിൽ നിന്നുള്ള തുടങ്ങിയ ആ യാത്ര, ഇത് പുതിയ നിയോഗം, ആ നിയോഗം മാറട്ടെ. എനിക്കൊന്നും ഒരുപാട് സമയമായി അമ്മയോടൊപ്പം, ഞങ്ങൾക്കും സംസാരിച്ച് തീരുന്നില്ല. ഒരു പക്ഷേ ഇത് തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനൻ ടിവിയെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. സംസാരവും ഗുരുദർശനവും അതിനപ്പുറത്തേക്ക് സനാതന ധർമ്മത്തിന്റെ മൂല്യവും എല്ലാ മേഖലയിലും വിശദമായ ചർച്ച, ഒത്തിരി സ്വകാര്യ കാര്യങ്ങളും കൂടി പങ്കുവെക്കപ്പെടുകയാണ്. തീർച്ചയായും ഒരു കാര്യം അത് മാത്രമേ പറയാനുള്ളൂ, ഗുരുദർശനം അത് ഇന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമാണ്. അത് അടിസ്ഥാനമാക്കി ശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ കൃതികൾ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും സംസാരിച്ച് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം വളരെ ഞങ്ങളുടെ ആരോ ഒരാളായി ആണ് കാണുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി ഒരുപാട് തീർച്ചയായും സന്തോഷം, എനിക്ക് വലിയ സന്തോഷം. എനിക്കും അത് തന്നെ. നന്ദി അമ്മ.